അഷ്ടസിദ്ധി, രസവാദം തുടങ്ങി ലോകത്തിലുള്ള എല്ലാ ശാസ്ത്രങ്ങളും മനുഷ്യന് യാതൊരു പ്രയാസവും കൂടാതെ സ്വന്തമാക്കുവാൻ കഴിയും. എന്നാൽ ഇവയെല്ലാം സ്വന്തമാകണമെങ്കിൽ ആ മനുഷ്യൻ ആർജിക്കേണ്ട ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ. അതാണ് വാസിയോഗം. വാസിയോഗത്തെപ്പറ്റി നിറയെ വീഡിയോകൾ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. എന്നാൽ മലയാളത്തിൽ ഇതേക്കുറിച്ചുള്ള വിവരം വളരെ കുറവാണ്. പല സിദ്ധന്മാരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും വളരെ ലളിതമായ മാർഗത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഭോഗർനാഥർ സിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ ഭോഗർ 7000 എന്ന പുസ്തകത്തിലാണ് വാസിയോഗത്തെ എങ്ങനെ ലളിതമായ വഴിയിലൂടെ ആർജിക്കാം എന്നതിനെപ്പറ്റി വിവരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ലളിതമായ മാർഗം ഏതാണ് എന്ന് നോക്കാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മാർഗം വളരെ ലളിതമാണ്. എങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളത് വളരെ കഠിനമായ ഒന്ന് തന്നെയാണ്. ഭോഗർ 7000-ൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ: ഒരിടത്ത് സ്വസ്ഥമായി ഇരിക്കുക. ഇരിക്കുമ്പോൾ ഏറ്റവും കംഫർട്ടായ ഒരു ആസനം തിരഞ്ഞെടുക്കുക. നട്ടെല്ല് നിവർത്തി തന്നെ ഇരിക്കുക. ശേഷം ഇരു കണ്ണുകൾ കൊണ്ട് മൂക്കിൻ്റെ തുമ്പുഭാഗത്തേക്ക് ശ്രദ്ധ ഉറപ്പിക്കുക. ഈ പ്രാക്ടീസ് നാളുകൾ വർദ്ധിക്കുന്തോറും ഫലം ലഭിക്കും എന്ന് ഭോഗർ സിദ്ധർ പറയുന്നു. ഇങ്ങനെ പ്രാക്ടീസ് തുടർന്നാൽ ഒരിക്കൽ നിങ്ങളുടെ ശ്വാസം ഒരു നാൾ നിലയ്ക്കും. ശരീരത്തിൽ ജീവനുണ്ട്, എന്നാൽ ശ്വാസമില്ല. ഈ അവസ്ഥയിൽ എത്തിയാൽ അന്നു മുതൽ നിങ്ങളുടെ വിധി പോലും നിങ്ങൾക്ക് തീരുമാനിക്കുവാൻ കഴിയും. എല്ലാ തരത്തിലുമുള്ള സിദ്ധികളും ശാസ്ത്രങ്ങളും എല്ലാം നിങ്ങൾക്ക് വളരെ ലളിതമായി തന്നെ ലഭിക്കുകയും ചെയ്യും. ഈ പ്രാക്ടീസ് ഒരു ദിവസം എത്ര നേരം ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ള ചോദ്യങ്ങൾക്ക് ഭോഗർനാഥർ പറയുന്നത് ഇങ്ങനെയാണ്: ദിവസം എന്നില്ല, നാളുകൾ എന്നില്ല, എത്ര സമയമെന്നില്ല, എപ്പോഴും. അതായത് ഒരു ദിവസത്തിൽ എത്ര നേരം നിങ്ങൾ ഉണർന്നിരിക്കുന്നുവോ അത്രയും നേരം ഈ പ്രാക്ടീസ് തുടരണം. അതിനുള്ള കാരണവും അദ്ദേഹം പറയുന്നുണ്ട്. ഭോഗർ 7000 എന്ന ഗ്രന്ഥം ഭോഗർ എഴുതിയ സമയം മറ്റു സിദ്ധന്മാർ പലരും അദ്ദേഹത്തിനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. കാരണം ഇത്രയും വലിയ രഹസ്യങ്ങൾ സാധാരണ ജനങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ പുറത്തുവിട്ടാൽ ദുരുപയോഗം ചെയ്യപ്പെടും. അപ്പോൾ അതിനുള്ള മറുപടിയായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ: ആർക്കൊക്കെ മനസ്സിലായാലും ഇതൊക്കെ സ്വായത്തമാക്കണം എങ്കിൽ അതിനുള്ള തകുതി ഉള്ളവന് മാത്രമേ സാധിക്കൂ എന്ന്. അതുകൊണ്ട് തന്നെയാണ് വാസിയോഗത്തിനും അദ്ദേഹം ഇത്രയും ലളിതമായി തന്നെ വിവരിച്ചിരിക്കുന്നത്. സാധാരണ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് എത്തിക്കുക എന്നത് അസാധ്യം തന്നെയാണ്. എല്ലാ ലൗകിക സുഖങ്ങളും വെടിഞ്ഞ ഒരു സാധകന് മാത്രമേ ഇതൊക്കെ സാധിക്കൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.